നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോൾ ഡി മണിയിൽ എത്തി നിൽക്കുകയാണ്. വ്യവസായിയുടെ ചില മൊഴികൾ ഒരുപക്ഷെ വളരെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. വ്യവസായി പറയുന്നത് ഡി മണിയുടെ ഡണ്ടികളുള്ള വീട്ടിൽ പോയിട്ടുണ്ടെന്നും ഈ ആൻറ്റിക് സാധനങ്ങളൊക്കെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഡണ്ടികളുള്ള വീട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോൾ പല ക്ഷേത്രങ്ങളുടെ പല ഇത്തരത്തിലുള്ള ചരിത്ര പ്രധാനമുള്ള പല കാര്യങ്ങളും അവിടെ വെച്ച് കാണാൻ സാധിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഒരു ചാക്ക് നിറയെ കുറേ സാധനങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ശബരിമലയിലെ ചില വിശേഷപ്പെട്ട സാധനങ്ങളാണ്, ഇത് താല്പര്യമുണ്ടോ? പക്ഷെ അന്ന് എന്തുകൊണ്ടോ അതൊന്നും നടന്നില്ല, ആ ഒരു വ്യാപാരം നടന്നില്ല. അങ്ങനെ അത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള മൊഴി SIT കൊടുക്കുന്നു. പക്ഷേ SIT ഡി മണി അന്വേഷിച്ച് ചെന്നപ്പോൾ ഞാനല്ല ആ മണി എന്നുള്ളത് പറയുന്നു. വരാലിനെ പോലെ വഴുതുന്ന ഡി മണിയെ കാണുന്നു. ഏതായാലും നാളെ വീണ്ടും ഡി മണിയെ ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. പുതിയ പുതിയ വിവരങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആകാംക്ഷയോടെ നോക്കിയത് പ്രത്യേക അന്വേഷണ സംഘം ദിണ്ടിഗലിലെത്തി നിൽക്കുന്നൊരു കാഴ്ചയാണ്. അന്ന് കേരളത്തിലെ ചാനലുകൾ അത് ലൈവായി ഒരു കുപ്രസിദ്ധ പ്രതിയെന്ന് സംശയിക്കുന്ന വലിയ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു പുരാവസ്തു കള്ളക്കടത്തുകാരൻ എന്നാരോപിക്കപ്പെടുന്ന ഡി മണിയെ കേരളത്തിൻ്റെ ഒരു പോലീസ് സംഘം ചോദ്യം ചെയ്യുമ്പോൾ അത് ലൈവായി പകർത്തി ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഒരു അപൂർവ കാഴ്ചയും കേരളം കണ്ടു. അപ്പോൾ നമ്മൾ അതിശയത്തോടെ നോക്കി ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ. കാരണം ചാനലുകൾക്ക് മുന്നിൽ പോലും ഒരു പ്രതിയെന്ന് കരുതുന്നയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇത്ര തൻ്റെ ഇടത്തോടെ നിലകൊള്ളാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു? അപ്പോൾ അത്ര സ്പഷ്ടമായ അന്വേഷണത്തിലൂടെയാണ് നീങ്ങുന്നത് എന്ന ധാരണയാണ് പൊതുസമൂഹത്തിനുണ്ടായത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ മണി ഈ മണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൺഫ്യൂഷനുകൾ, MS മണി, ഡി മണി, രണ്ട് പേര് ഉയർന്നു വരുന്നു. MS മണിയുടെ മറ്റൊരു പേര് M സുബ്രഹ്മണ്യം എന്നാണ്. M സുബ്രഹ്മണ്യം ലോപിപ്പിച്ചാണ് MS മണി എന്നിട്ടത്. മറുവശത്ത് അപ്പോഴും ഈ പോലീസിന് ഇൻഫർമേഷൻസ് നൽകുന്ന പന്തളം സ്വദേശിയായ ഒരു പ്രവാസി മലയാളി വ്യവസായി ഉറപ്പിച്ച് പറയുന്നു, ഞാൻ കണ്ട ഡി മണി തന്നെയാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ MS മണി. എന്നാൽ MS മണി ഡി മണി എന്ന പേര് സ്ഥിരീകരിക്കാൻ തുടക്കം മുതൽ തയ്യാറാകുന്നില്ല. അവിടെ വലിയ ഒരു ആശയക്കുഴപ്പം ആദ്യഘട്ടത്തിലുണ്ടായി. എന്നാൽ വിചിത്രമായ ചില പ്രത്യേകതകൾ ഇതേ MS മണി എന്ന ഡി മണി പ്രകടിപ്പിച്ചതോടെ അന്വേഷണ സംഘം രണ്ടും ഒരാൾ തന്നെ എന്ന് ഉറപ്പിക്കുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പ്രവാസി മലയാളി വ്യവസായി വളരെ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ കണ്ട മണി ഇത് തന്നെ. രണ്ട്, ചോദ്യം ചെയ്യലിനായി ആദ്യം പ്രത്യേക അന്വേഷണ സംഘം ദിണ്ടിഗലിലെത്തി ഡി മണിയുടെ ഓഫീസും വീടും ഒക്കെ റെയ്ഡ് ചെയ്ത് ഡി മണിയെ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോൾ ഡി മണി തനിക്കൊന്നും അറിയില്ല എന്ന മട്ടിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഒന്ന്, തൻ്റെ മേൽവിലാസം മറ്റൊരു ബാലമുരുകൻ എന്ന ആൾ കൈക്കലാക്കി ഒരു മൊബൈൽ നമ്പർ അയാൾ സ്വന്തമാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇതായിരുന്നു MS മണിയുടെ ആദ്യ മൊഴി. പക്ഷെ പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ പോലീസിന് മുന്നിൽ അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു, അയാൾ ഉപയോഗിക്കുന്നത് ബാലമുരുകൻ എന്ന പേരിലുള്ള സിമ്മാണ്. അപ്പോൾ പറഞ്ഞതിലെ വൈരുദ്ധ്യം, 3 ഫോണുകൾ MS മണി ഉപയോഗിക്കുന്നു. ഈ മൂന്നും പേരിലുള്ളതാണ്. അവിടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് തുടങ്ങിയ ആദ്യ സംശയം. എന്തിന് MS മണി എന്ന ഈ സാമാന്യം തരക്കേടില്ലാത്ത കച്ചവടം ദിണ്ടിഗലിൽ നടത്തുന്ന ഈ വ്യക്തി മറ്റ് 3 പേരുടെ ഫോണുകൾ ഉപയോഗിക്കുന്നു? അപ്പോൾ എന്തോ ദുരൂഹത ഇയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യം വന്നു. ആദ്യ ദിവസം MS മണിയെ ചോദ്യം ചെയ്യുമ്പോൾ തനിക്കൊന്നും അറിയില്ല, താൻ ഒരു ഫിനാൻസറായിരുന്നു ദിണ്ടിഗലിൽ, വളരെ സാധാരണക്കാരനായി തുടങ്ങി കഷ്ടപ്പെട്ട് വളർന്നതാണ്, തൻ്റെ ജീവിതം തകർക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒന്നും അറിയാത്തവനെ പോലെ നടിക്കുന്നു. മാധ്യമ പ്രവർത്തകരുടെ മുന്നിലെത്തി താൻ നിരപരാധിയാണ്, വളരെ ചെറിയ നിലയിൽ നിന്ന് ബിസിനസ്സിലൂടെ വളർന്നു വന്നാണ്, തനിക്ക് വൈകാരികമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദ്വന്ദ്വഭാവം മണിയിൽ. മറുവശത്ത് ദിണ്ടിഗലിൽ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടികിട്ടിയൊരു കാര്യം, ഇയാൾ പണ്ടൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു, പിന്നീട് തിയേറ്ററുകളിൽ പോപ്കോൺ വിറ്റ് നടന്നു, അതിനുശേഷം ഒരു ഫിനാൻസറായി, അതിൽ നിന്ന് മറ്റെന്തൊക്കെയോ ദുരൂഹ കച്ചവടങ്ങളിലേക്ക് കടന്നു, ഒടുവിൽ ഇഷ്ടം പോലെ പണം കയ്യിൽ വന്നു. അയാൾക്ക് അയാളുടേതായ ഒരു സാമ്രാജ്യം ദിണ്ടിഗലിലുണ്ട്. നേരത്തെ ഓട്ടോ ഡ്രൈവറായിരുന്നപ്പോൾ ഓട്ടോ മണി എന്നായിരുന്നു പേര്, പിന്നീട് പോപ്കോൺ മണിയായി. അതിനുശേഷം ഫിനാൻസ് വന്നപ്പോൾ അയാൾ ഫിനാൻസ് മണിയായി. എല്ലാറ്റിനും ഒടുവിൽ മറ്റ് കച്ചവടങ്ങളിലേക്ക്, ഡയമണ്ട് കച്ചവടത്തിലേക്ക് തിരുന്നപ്പോൾ ഇയാളെ ഡയമണ്ട് മണി എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഡി മണി, അതിൻ്റെ ചുരുക്കപ്പേരാണ്.
ദാവൂദ് മണിയും ദുബായ് മണിയുമൊക്കെ ഇയാൾ തന്നെയാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. അങ്ങനെ മണിയെ ചുറ്റിപ്പറ്റിയുള്ള ഒട്ടനവധി വിശേഷണങ്ങളും കഥകളുമൊക്കെ ദിണ്ടിഗലിൽ നിന്ന് ചോർന്ന് കിട്ടി. പക്ഷേ അവിടെ പോലീസിനെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു സംഭവമാണ്. ദിണ്ടിഗൽ പോലീസിൻ്റെ സഹായത്തോടെയാണ് കേരള പോലീസ് ഡി മണിയെ ചോദ്യം ചെയ്യാൻ അവിടെ എത്തിയത്. നേരത്തെ ചെന്നൈ കേന്ദ്രീകരിച്ച് ചില പരിശോധനകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഡി മണിയുടെ ഏറ്റവും അടുത്ത കൂട്ടാളി ശ്രീകൃഷ്ണൻ എന്ന വിരുദനഗർ സ്വദേശിയെ ചോദ്യം ചെയ്തു. ഡി മണിയെ ചോദ്യം ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം സാക്ഷാൽ ബാലമുരുകനെ അന്വേഷണ സംഘം കണ്ടെത്തി. അപ്പോൾ ബാലമുരുകനെയും ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്തപ്പോൾ ഇത് ഒരേ കൂട്ടാളികൾ ആണ്, ഒരേ സംഘത്തിൽപ്പെട്ടവരാണ് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. അപ്പോഴും ശ്രീകൃഷ്ണനെ അറിയില്ല എന്ന് പറയുന്ന MS മണി, ഡി മണി എന്ന പേര് തൻ്റേതല്ല എന്ന് പറയുന്ന MS മണി, ബാലമുരുകനെ തള്ളി പറയുന്ന MS മണി. പിന്നീട് പക്ഷേ ബാലമുരുകൻ തൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് എന്ന് ഡി മണി സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ഇവിടെ അതല്ല, മറ്റൊരു അത്ഭുതമാണ്. ദിണ്ടിഗൽ പോലീസ് പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്ത് മണിയെ ചോദ്യം ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം എത്തിയപ്പോൾ അവർക്കൊപ്പമുണ്ടായിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അപ്രത്യക്ഷരായി. പിന്നീട് ദിണ്ടിഗൽ പോലീസിൽ നിന്ന് നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരുവിധ സഹകരണവും ലഭിക്കുന്നില്ല. അതിൽ നിന്ന് ഒരു കാര്യം ഊഹിക്കാം, ഈ മണി അത്ര നിസ്സാരക്കാരനല്ല. പിന്നെയാണ് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞ് ഇയാൾക്ക് ദിണ്ടിഗലിൽ വലിയൊരു സാമ്രാജ്യമുണ്ട്, അയാൾക്ക് വലിയ ഒരു ബന്ധങ്ങളുണ്ട്, അതിൽ അധോലോക നേച്ചറുള്ള ബന്ധങ്ങളുണ്ട്. ദുരൂഹമായ പല കച്ചവടങ്ങളിലും ഇയാൾ ഏർപ്പെടുന്നു, വലിയ പണം ഈ കാലഘട്ടത്തിൽ സമ്പാദിച്ചിരിക്കുന്നു. അങ്ങനെ തങ്ങൾ തേടുന്ന ഡി മണി തന്നെയാണ് ഈ മണി എന്ന് അന്വേഷണ സംഘം പ്രാഥമിക തലത്തിൽ ഉറപ്പിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ പന്തളം സ്വദേശി പ്രവാസി മലയാളി വ്യവസായി അന്വേഷണ സംഘത്തോട് കുറച്ചുകൂടി കടുപ്പത്തിൽ പറയുന്നത്, ഈ വ്യവസായിയാണ് താൻ കണ്ട ഈ പുരാവസ്തു കച്ചവടക്കാരൻ എന്ന യഥാർത്ഥ ഡി മണി തന്നെയാണ് ഇയാൾ അത്തരത്തിലൊരു വ്യവസായിയല്ല, പക്ഷേ ദുരൂഹമായ കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങൾ ഇയാൾ സമ്പന്നർക്ക് വിൽക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഈ പ്രവാസി മലയാളി കുറച്ചുകൂടി വ്യക്തത വരുത്തിയപ്പോൾ അന്വേഷണ സംഘം ഉറപ്പിച്ചു അതെ ഡി മണി തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ പന്തളം സ്വദേശിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. മുമ്പൊരിക്കൽ ദിണ്ടിഗലിൽ താനെത്തി എന്നീ വ്യവസായി സമ്മതിക്കുന്നു. ദിണ്ടിഗലിലെത്തി MS മണിയുടെ വീട്ടിലും ഗോഡൗണിലുമൊക്കെ താൻ പോയി. അവിടെ ഒരു ഗോഡൗണിൽ ചാക്കിൽ കെട്ടിൽ വെച്ച നിലയിൽ കുറേ വിഗ്രഹങ്ങൾ, അത് ഇന്ത്യയിലെ വിവിധ അമ്പലങ്ങളിൽ നിന്ന് എടുത്തതാണ്, അമ്പലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് ഈ മണി വിശദീകരിച്ചു. തുടർന്നാണ് ഒരു പോറ്റി ശബരിമലയിൽ നിന്ന് തന്ന വിഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിച്ചതും ആ ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന നിലയിൽ കാണിച്ചതും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തനിക്ക് അന്ന് കടക്കാൻ കഴിയാത്തത് വില പറഞ്ഞുറപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് ഈ വിദേശ പ്രവാസി മലയാളി പറയുന്നു. അയാൾ ഇത്രയധികം കാര്യങ്ങൾ ഉറപ്പിച്ച് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തണമെങ്കിൽ അതത്ര നിസ്സാരമല്ല. ഇതാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ ഒരു തെളിവായി മാറിയിരിക്കുന്നത്. നമുക്ക് ചില അത്ഭുതങ്ങളുടെ ഒരു കോണിലൂടെ ഇതിനെ കണ്ടാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിൽ രമേശ് ചെന്നിത്തല നടത്തിയൊരു വെളിപ്പെടുത്തൽ, തുടർന്നൊരു പ്രവാസി മലയാളിയുടെ വിശദമൊഴി, അതിനുശേഷം ചെന്നൈയിൽ ഡി മണിയെ തേടിയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യാത്ര, ചെന്നൈയിൽ നിന്ന് ദിണ്ടിഗലിലേക്ക് അവർ എത്തുന്നു, ഡി മണിയിലേക്ക് അവരുടെ സംഘാംഗങ്ങളിലൂടെ അന്വേഷണ സംഘത്തിന് എത്തിപ്പെടാൻ കഴിയുന്നു. ഡി മണിയെ ചോദ്യം ചെയ്തപ്പോൾ ആ ഡി മണിയുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരൂഹമായ ഇടപെടലുകൾ, നാടകീയമായ അയാളുടെ പെരുമാറ്റങ്ങൾ, അതിനെല്ലാം ഒടുവിൽ വ്യവസായി ഉറപ്പിക്കുന്നു ഇത് തന്നെയാണ് താൻ കണ്ട മണിയെന്ന്. അപ്പോൾ മണി വളരെ ഒരു ചുരുക്കത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ മണി ഏറ്റവും ഒടുവിൽ വളരെ കോർണർ ചെയ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു പിടിയിലേക്ക് വരുന്ന കാഴ്ചയാണ്. ഇതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ മാനം. ഡി മണി എന്ന ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു കള്ളക്കടത്ത് സംവിധാനത്തിൽപ്പെട്ട ഒരു ഭാഗം അതിന് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എത്രമാത്രം ഇയാൾ ശബരിമല വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവെന്ന്. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു തെളിവ് അവരുടെ കയ്യിൽ ഒരാൾ രൂപത്തിൽ തന്നെ ലഭിച്ചിരിക്കുന്നു ഒരു സൈഡിൽ. മറുവശത്ത് ഇന്ന് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറുവശത്ത് മുരാരി ബാബുവിനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. 2019-20 കാലഘട്ടത്തിൽ ശബരിമല ശ്രീകോവിലിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ തരത്തിൽ ഒരു സമാന്തര അന്വേഷണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു. ഈ പഞ്ചലോഹ വിഗ്രഹം
അമൂല്യ വസ്തുക്കളുടെ കള്ളക്കടത്ത്, ഇതൊക്കെ നമ്മൾ നേരത്തെ തൊട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ചില തലങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം നമ്മൾ പോലും ഭയക്കുന്ന തലത്തിലേക്ക് ഈ കേസ് വളർന്നു കയറിയത്? ചുരുക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു പീഡവുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ആരോപണത്തിൽ നിന്നാണ് ഈ കഥകൾ തുടങ്ങുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ താഴെ വയ്ക്കേണ്ട 2 പീഠങ്ങൾ അത് കാണുന്നില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമപ്രവർത്തകരോട് പറയുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അത് പോറ്റിയുടെ തന്നെ ആളുടെ കൈവശമാണ്. അങ്ങനെ വാസുദേവൻ പോറ്റി വരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ വരുന്നു. ഇവിടെയാണ് ഹൈക്കോടതിയുടെ അതിശക്തമായ ഇടപെടലുകൾ. ഹൈക്കോടതി അന്ന് ദേവസ്വം വിജിലൻസാണ് ഇക്കാര്യങ്ങളിൽ ചുമതലയുള്ളത്. അവരെ വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ദേവസ്വം വിജിലൻസിൻ്റെ ഒരു പ്രതികളും രക്ഷപ്പെടാൻ പറ്റാത്ത വിധമുള്ള ഒരു ആദ്യ റിപ്പോർട്ടുണ്ട്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ, അതായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒപ്പം കട്ടിളപ്പടിയും വാതിൽപ്പാളികളുമൊക്കെ പൊളിച്ചെടുത്ത് സ്വർണം പൂശാനായി പുറത്തേക്ക് കൊണ്ടുപോയത് ക്രമവിരുദ്ധ നടപടിയാണ്. കാരണം അത്തരത്തിൽ ശബരിമലയിലെ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ഏതെങ്കിലും തരത്തിൽ സ്വർണം പൂശാനോ മറ്റ് തകരാറുകൾ പരിഹരിക്കുകയോ ചെയ്യണമെങ്കിൽ അവിടെ അതിൻ്റെ വിദഗ്ധരെ കൊണ്ടുവന്ന് ഇത്തരം ജോലികൾ നിർവഹിക്കേണ്ടതുണ്ടെന്ന് കൃത്യമായി ഹൈക്കോടതി തന്നെ മുൻപ് പറഞ്ഞിരിക്കുന്നതാണ്. അതിന് വിരുദ്ധമായി ഈ സാധനങ്ങൾ അത്രയും പുറത്തേക്ക് പോയി എന്ന വിജിലൻസിൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ. അതിനെ തുടർന്ന് ഹൈക്കോടതി തന്നെ നിയോഗിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘം. അവർ അന്വേഷണം ഏറ്റെടുത്ത ആദ്യഘട്ടത്തിൽ തന്നെ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കടത്തി എന്ന അന്വേഷണ സംഘം സ്ഥിരീകരിക്കേണ്ടതായി അവർ വന്നു. അതിന് പിന്നാലെ വളരെ വലിയ അറസ്റ്റുകൾ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, ദേവസ്വം കമ്മീഷണർ, അങ്ങനെ എൻ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ഒക്കെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെയാണ് പത്മകുമാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് മറ്റ് ബോർഡ് അംഗങ്ങളിലേക്ക്. ഹൈക്കോടതി തന്നെ കാര്യം വളരെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. പത്മകുമാറിൽ ഒതുങ്ങേണ്ടതല്ല ഈ കേസ്, കാരണം ദേവസ്വം ബോർഡ് ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അപ്പോൾ ഒരു കുറ്റകൃത്യത്തിൽ തുല്യ പങ്കാളിത്തമുള്ളവർ എല്ലാവർക്കും ഒരേ നീതി അല്ലെങ്കിൽ ഒരേ കുറ്റകൃത്യത്തിൻ്റെ പങ്കാളിത്തമനുസരിച്ച് അവർക്ക് നേരെ എടുക്കുന്ന നടപടികൾ ഒരു തുല്യതയുള്ളതായിരിക്കണം. അതിൽ പത്മകുമാറിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു, റിമാൻഡിലാക്കി. മറ്റുള്ള മെമ്പർമാരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തിയില്ല, അവരെ കസ്റ്റഡിയിലെടുത്തില്ല, അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം. അതോടെ സർക്കാർ പരിഭ്രമത്തിലായി. കാരണം ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി കുരുക്കിലായാൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് എത്തും. കാരണം സർക്കാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത്. അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കും തന്ത്രിയിലേക്കുമൊക്കെ കാര്യങ്ങളെത്തും പത്മകുമാറിൻ്റെ മൊഴി അനുസരിച്ച് തന്നെ. ഇതോടെ അങ്കലാപ്പിലായ സർക്കാരിനെ സംബന്ധിച്ചൊരു പിടിവള്ളിയായിരുന്നു ഈ പഞ്ചലോഹ വിഗ്രഹ കള്ളക്കടത്ത്. ഇതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ശ്രദ്ധ തമിഴ്നാട്ടിലേക്ക് തിരിയുന്നു, ദിണ്ടുഗലിലേക്ക് പോകുന്നു, ഡി മണിയുടെ പിന്നാലെ സഞ്ചരിക്കുന്നു. പക്ഷേ ഡി മണി ഇപ്പോൾ തീർത്തും കുരുക്കിൽപ്പെട്ട നിലയ്ക്ക് പറഞ്ഞിരിക്കുന്നത് 3-ാം തീയതി ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ്. തിരുവനന്തപുരത്ത് എത്തിയാൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്, പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനെയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയുണ്ടായി. സമാനമായ തലത്തിൽ ഡി മണിയെ, ശ്രീകൃഷ്ണനെ, അതിലപ്പുറം ഇതുമായി ബന്ധപ്പെട്ട ബാലമുരുകനെ അറസ്റ്റ് ചെയ്താൽ മറ്റൊരു വഴിത്തിരിവിലെത്തും. അത് പഞ്ചലോഹ വിഗ്രഹം, അമൂല്യ വസ്തുക്കളുടെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ മുഖ്യ കേസ് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയും ഇവിടെ നിന്ന് പൊളിച്ചെടുത്ത് കൊണ്ടുപോയ കേസ്. ഇപ്പോൾ ഏറ്റവും അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന സമയം 5-ാം തീയതി, ഇപ്പോൾ കഴിയാൻ പോവുകയാണ്, ജനുവരി 5 പെട്ടെന്നാകും. അതിനു മുൻപ് അന്വേഷണം പൂർത്തിയാക്കി വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കണം. പക്ഷേ ഇതുവരെ ബോർഡിലെ മറ്റ് 2 അംഗങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരെ ചോദ്യം ചെയ്തിട്ടില്ല. നേരത്തെ അവരിൽ നിന്ന് ചില മൊഴിയെടുത്ത് 2 തവണ, പക്ഷെ അതുകൊണ്ട് പൂർത്തിയായില്ല കേസ്. ഇനിയും അന്ന് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി ഒളിപ്പിച്ചു, ആർക്കത് കൈമാറി എന്നതിൽ വ്യക്തതയില്ല. അപ്പോൾ അന്വേഷണം പൂർണ്ണമായും അണ്ടപടലം പാളി നിൽക്കുന്ന കാഴ്ചയാണ്. ഈ സ്വർണ്ണപ്പാളി കേസിൽ അടിസ്ഥാനപരമായി പോലും അന്വേഷണം ഒരിടത്തും എത്താത്ത നിലയ്ക്ക് പഞ്ചലോഹ വിഗ്രഹ കേസിൻ്റെ അന്വേഷണം കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്താൽ അതിൻ്റെ ഗതിയും ഇതുതന്നെയാകും. ചുരുക്കത്തിൽ ഹൈക്കോടതി അതിശക്തമായി ഇടപെടുകയും ഈ കേസ് സമ്പൂർണ്ണമായി CBI പോലൊരു ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യത ഏറി വരുന്നു. കാരണം ഒന്നും ഒരിടത്തും എത്തുന്നില്ല. കാരണം ഇതിന് പിന്നിൽ ഉന്നത
സ്വാധീനമുള്ള വ്യക്തികളുടെ ഇടപെടലുകളുണ്ട്. ഇവരൊക്കെ ഭയക്കുന്ന ഏതൊക്കെയോ സ്വാധീന ശക്തികൾ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാറിനപ്പുറത്തേക്ക് നമ്മുടെ ആദ്യ 2 കേസുകൾ ഒരു തരിമ്പ് മുന്നോട്ട് പോകാത്തത്. രണ്ടാമത് ഈ പഞ്ചലോഹ വിഗ്രഹ കേസുമായി ബന്ധപ്പെട്ട് ഡി മണി തിരുവനന്തപുരത്ത് കണ്ടുമുട്ടിയ ഉന്നതനാര്, ഡി മണി എങ്ങനെയാണ് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കടത്തിയത്, ഡി മണി തന്നെയാണോ യഥാർത്ഥ പ്രതി, ഇനി മറ്റേതെങ്കിലും വമ്പന്മാർ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ, ഡി മണി വെറും ഏജൻറ്റ് മാത്രമാണോ? ഇവിടെ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്ന ഒരു ഭയാനക പോയിൻ്റ്, ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ഡി മണി എന്ന നിലയ്ക്കാണ്. ഒരു പക്ഷേ ജയലളിതയുമായി ബന്ധമുള്ള മണി എന്നൊക്കെയാണ് നേരത്തെ ആ പ്രവാസി മലയാളി വിശേഷിപ്പിച്ച്, ജയലളിതയുടെ സംഘങ്ങളാണ് തന്നെ പരിചയപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ വന്നാൽ മണിക്കുമപ്പുറം വലിയൊരു വമ്പൻ, തമിഴ്നാട് രാഷ്ട്രീയത്തെ പോലും സ്വാധീനിക്കാൻ ശക്തിയുള്ളൊരു വമ്പൻ ഒളിഞ്ഞിരിപ്പുണ്ടോ? അതിന് ദിണ്ടിഗലിലാണോ, ചെന്നൈയിലാണോ, അല്ലെങ്കിൽ ദുബായിലാണോ? തല പോയാലും തൻ്റെ ബോസിൻ്റെ പേര് പറയാതെ അയാൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ ഈ ഡി മണി നടത്തുന്നത്? ഇത്ര വലിയൊരു സംഘം ദിണ്ടിഗലിൽ കൊണ്ടുപോകുമ്പോഴും ഡി മണി വളരെ ദുരൂഹമായ ഒരു ക്യാരക്ടറായി ദിണ്ടിഗൽകാർക്ക് അനുഭവപ്പെടുന്നു. ഇനി മറ്റേതെങ്കിലും ചെന്നൈ കേന്ദ്രീകരിച്ചോ ദുബായ് കേന്ദ്രീകരിച്ചോ മറ്റൊരു വമ്പൻ്റെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടോ? അങ്ങനെയെങ്കിൽ ആ വമ്പൻ ഈ കട്ടിളപ്പാളി, സ്വർണ്ണപ്പാളി കേസുകളിൽ ഇടപെട്ടിട്ടുണ്ടോ? ആ വമ്പനെ പിടികൂടാനുള്ള ഒരു ത്രാണി ഈ പോലീസ് സംവിധാനങ്ങൾക്കില്ല എന്ന് വേണം ഊഹിക്കാൻ. അപ്പോൾ ഏറെ ദുരൂഹമായ തലത്തിലേക്ക് കേസ് വളർന്നിരിക്കുന്നു. അതാണ് നമ്മൾ ഈ പഞ്ചലോഹ വിഗ്രഹ കേസിനെ വളരെ തലമുടി നാരിഴ കീറി പരിശോധിക്കുന്ന പോലെ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ പ്രവാസി വ്യവസായി പറയുന്നത് ഏറെക്കുറെ ശരിയെന്ന് വേണം നമ്മൾ ഇപ്പോൾ അനുമാനിക്കാൻ. അല്ല, ഇപ്പോൾ വ്യവസായിയുടെ കാര്യത്തിൽ ഡി മണിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ 2 സംസ്ഥാനങ്ങളിലെ വമ്പന്മാരുടെ ഇടയിലാണ് ഇപ്പോൾ ഡി മണി നിൽക്കുന്നത്. അപ്പം ഒന്നുകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്ന് വീഴണം, അല്ലെങ്കിൽ ഡി മണിയുടെ വായിൽ നിന്ന് വീഴേണ്ടി വരും. ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത്? പക്ഷേ ഡി മണി ഒരു ഏജൻറ്റ് മാത്രമായിരിക്കാം. കാരണം ഇത്രത്തോളം ഒരു സ്വർണം കടത്താൻ, അന്താരാഷ്ട്ര തലത്തിലേക്ക് കടത്താനുള്ള ഒരു ഇത് തൽക്കാലം ഡി മണിയുടെ ഒരു ഇതിൽ നിന്ന് ഒരു പക്ഷേ ഏജൻ്റ് ആയിരിക്കാം. കൊണ്ടുവരിക, മറ്റൊരാളിൽ ഏൽപ്പിക്കുക, അവിടെ നിന്ന് പോവുക എന്നുള്ള രീതിയായിരിക്കാം. ഇടനിലക്കാരനും ആകാം. പക്ഷേ ഇതിനിടയിൽ നമ്മൾ നോക്കേണ്ടുന്ന ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. കാരണം ഡി മണി തമിഴ്നാടുമായി ഇപ്പം ജയലളിതയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, സംഘാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയം അവിടെയും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശബരിമല വിഷയം കേരളത്തിൽ ഈ പറയുന്നോണം തീപ്പൊരി കത്തിച്ചതുപോലെ തമിഴ്നാട്ടിലും തീപ്പൊരി കത്തിക്കാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു വിഷയം മാത്രമല്ല, നിരവധി ക്ഷേത്രങ്ങളിൽ നിരവധി സാധനങ്ങൾ ഇത്തരത്തിൽ പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അല്ല, തമിഴ്നാട് പോലീസിന് മുന്നിൽ ഈ കേസ് ഇപ്പോൾ ഒരു അന്വേഷണ വിഷയമായിട്ടില്ല. അതിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുകയാണ്. ഈ കേസിന് അത്തരം ചില മാനങ്ങൾ വരണമെങ്കിൽ CBI പോലൊരു ഏജൻസി ഏറ്റെടുക്കണം. CBI പോലൊരു ഏജൻസി ഏറ്റെടുത്താൽ മാത്രമേ മറ്റൊരു സംസ്ഥാനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വമ്പന്മാരെ കണ്ടെത്താൻ കഴിയൂ. ശരിക്കും SITയുടെ അന്വേഷണം ഈ കറങ്ങി വട്ടത്തിൽ തന്നെ കറങ്ങി അവിടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആദ്യത്തിൽ എവിടെയാണ് കൂടുതൽ അങ്ങോട്ട് ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ SITയുടെ ഈ ഒരു അന്വേഷണത്തിൽ പുതുതായിട്ട് നമുക്കൊന്നും കണ്ടെത്താം. ഈ പറയുന്ന വിഗ്രഹങ്ങൾ ഡി മണി എന്നുവരെ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇത് കുറച്ച് സമയങ്ങളേ ഉള്ളൂ. കാരണം ഹൈക്കോടതി പറയുന്നത് പോലെ 5-ാം തീയതിയാണ് അവസാന ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CBIയുടെ ഒരു അന്വേഷണം കൂടി വന്നു കഴിഞ്ഞാലല്ലേ ഇത് കുറച്ചുകൂടി ഒന്ന് ഇത്, കാരണം ഇതൊരു അന്താരാഷ്ട്ര ബന്ധവും കൂടി ആയതുകൊണ്ട്. അല്ല, CBI അന്വേഷണം ഈ കേസിൽ അനിവാര്യമാണ്. അത് പല ഘടകങ്ങൾ അത് അടിവരയിടുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡി മണിയുടെ ഇൻവോൾവ്മെൻറ്റ്. ഡി മണി എന്ന ഒരു ദുരൂഹ ഷെയ്ഡി ക്യാരക്ടർ ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദിണ്ടിഗലിലെ ഒരു പ്രമാണി ആയി അറിയപ്പെടുന്ന മണി നമ്മുടെ കേരള പോലീസിനെ ഭയപ്പെടാതെ ഉത്തരം പറഞ്ഞത്? ഡി മണി വളരെ കൂളായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. അപ്പോൾ ഡി മണിക്ക് അറിയാം തന്നെ സംരക്ഷിക്കുന്നവർ തന്നെ സുരക്ഷിതനായി നോക്കുമെന്ന്. എന്തുകൊണ്ടാണ് പത്മകുമാറിനപ്പുറത്തേക്ക് ഇവിടെ കേരളത്തിൽ അന്വേഷണം പോകാത്തത്? ഇത് രണ്ടും കണക്റ്റഡാണ്. കാരണം ആ 2 തലങ്ങൾക്കും അപ്പുറം വലിയ വമ്പന്മാരുടെ ഒരു നിരയുണ്ടാകും. ആ വമ്പന്മാരെ തൊട്ടാൽ നമ്മൾ ഓർക്കണം, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയും കട്ടിളപ്പാളിയും ഒക്കെ ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചുവെങ്കിൽ അതിപ്പോൾ പഞ്ചലോഹ വിഗ്രഹ മോഷണത്തിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഈ 2 സംഭവങ്ങൾക്കും അപ്പുറം ശബരിമലയുമായി കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കൊള്ള നടന്നിട്ടുണ്ട്, എന്തൊക്കെ ദുരൂഹമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, അതിലേക്ക് ഒരു പക്ഷേ എത്തിപ്പെടാം.
ഈ അടുത്ത ഫേസിലേക്ക് പോകുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ടാകും, കൂടുതൽ നടക്കുന്ന സ്ഫോടനാത്മകമായ കാര്യങ്ങൾ കേരളത്തിന് മുന്നിലേക്ക് വരാം. അത് രാഷ്ട്രീയത്തെ പോലും പിടിച്ചുലയ്ക്കാം. അതാണ് കേസ് ഇവിടെ വെച്ച് കുഴിച്ചുമൂടാനുള്ള ശ്രമം. അല്ല, അത് പത്മകുമാറിലും കുഴിച്ചുമൂടാൻ ശ്രമിച്ചിരുന്നല്ലോ. അവിടുന്ന് ഹൈക്കോടതിയാണല്ലോ ചുരണ്ടി മന്തി എടുത്തത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഡി മണി ഉൾപ്പെടെയുള്ള രമേശ് ചെന്നിത്തലയുടെ മൊഴി പോലും എടുക്കാൻ ബൈക്ക് ക്ലബ്ബിംഗ് കാണിച്ച SIT പിന്നീട് എടുക്കുകയാണ്. നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല രമേശ് ചെന്നിത്തല ഇട്ട് കൊടുക്കുന്ന വലിയൊരു ബോംബാണെന്നുള്ളത്. പക്ഷേ പിന്നീടാണ് ഈ വ്യവസായിയുടെ മൊഴിയെടുപ്പ്, ഏകദേശം 3 മണിക്കൂർ നീണ്ട ആ ഒരു മൊഴിയെടുപ്പിലാണ് ഡി മണിയിലേക്ക് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു CBIയുടെ അന്വേഷണം തന്നെ ആവശ്യമുണ്ട്. ഡി മണി വെളിപ്പെടുത്തുമോ എന്നുള്ളതാണ് നിർണായകം. കാരണം വെളിപ്പെടുത്തിയാൽ എത്തുന്നത് ഒരു പക്ഷേ ശബരിമല ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല പല ക്ഷേത്രങ്ങളിലേക്കുമുള്ള പല കൊള്ളയും ആയിരിക്കും വെളിച്ചത്ത് വരുന്നത്. ഏതായാലും അമ്പൻ ആര് എന്നുള്ളതാണ് ഇപ്പോഴും മറഞ്ഞിരിക്കുന്നത്.